ശാന്തി 3/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ പുതിയ ബന്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇവിടെയുള്ള കർമ്മബന്ധനത്തിൻ്റെ ബന്ധങ്ങളെ മറന്ന് കർമാതീതമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. ചോദ്യം: ബാബ ഏത് കുട്ടികളെയാണ് ആഹാ ആഹാ എന്ന് പറയുന്നത്? ഏറ്റവും അധികം സ്നേഹം ആർക്കാണ് നൽകുന്നത്? ഉത്തരം: ബാബ ദരിദ്രരായ കുട്ടികളുടെ കാര്യത്തിൽ ആഹാ ആഹാ എന്ന് പറയുന്നു. ആഹാ ദാരിദ്ര്യമേ ആഹാ. സുഖമായി 2 റോട്ടി കഴിക്കണം, അത്യാർത്തിയും പാടില്ല. ദരിദ്രരായ കുട്ടികൾ ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ബാബ പഠിപ്പില്ലാത്ത കുട്ടികളെ കണ്ട് സന്തോഷിക്കുന്നു. കാരണം അവർക്ക് പഠിച്ചത് മറക്കുവാൻ പ്രയത്നിക്കേണ്ടി വരുന്നില്ല. ഓം ശാന്തി. ഇപ്പോൾ ബാബയ്ക്ക് കുട്ടികളോട് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് ഓരോ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടായിരിക്കുന്നില്ല. ആത്മാഭിമാനി ഭവ അഥവാ ദേഹി അഭിമാനി ഭവ. വാക്കുകൾ അത് തന്നെയാണല്ലോ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നത്. ഒരു ശരീരം എടുത്തു, പാർട്ട് അഭിനയിച്ചു, പിന്നെ ശരീരം ഇല്ലാതാകുന്നു. ആത്മാവാകട്ടെ അവിനാശിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് ഈ ജ്ഞാനം ഇപ്പോഴാണ് ലഭിക്കുന്നത്. മറ്റാർക്കും തന്നെ ഈ കാര്യങ്ങളുടെ അറിവില്ല. ഇപ്പോൾ ബാബ പറയുന്നു, പരിശ്രമിച്ച് എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കൂ. ജോലി കാര്യങ്ങളിൽ മുഴുകുമ്പോൾ ഇത്രയും ഓർമ്മ നിലനിൽക്കില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം പവിത്രമാകണം. പിന്നെ എത്ര സാധിക്കുമോ എന്നെ ഓർമ്മിക്കൂ. നമുക്ക് നേഷ്ടയിൽ, അതായത് കണ്ടക്റ്റഡ് മെഡിറ്റേഷനിൽ ഇരിക്കണം എന്നത് പാടില്ല. നേഷ്ട എന്ന വാക്കും തെറ്റാണ്. വാസ്തവത്തിൽ ഓർമ്മയാണ്. എവിടെ ഇരുന്നാലും ബാബയെ ഓർമ്മിക്കൂ. മായയുടെ കൊടുങ്കാറ്റുകൾ വളരെയധികം വരും. ചിലർക്ക് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വരും, ചിലർക്ക് മറ്റെന്തെങ്കിലും. കൊടുങ്കാറ്റ് തീർച്ചയായും വരും. പിന്നെ ആ സമയം അതിനെ ഇല്ലാതാക്കേണ്ടി വരും, അത് വരാതിരിക്കാൻ. ഇവിടെ ഇരിക്കുമ്പോഴും മായ വളരെയധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഇതാകട്ടെ യുദ്ധമാണ്. എത്ര ഭാരരഹിതം ആയിരിക്കുമോ അത്രയും ബന്ധനം കുറവായിരിക്കും. ആദ്യമാണെങ്കിൽ ആത്മാവ് ബന്ധനരഹിതമാണ്. ജന്മമെടുക്കുമ്പോൾ മാതാപിതാക്കളിൽ ബുദ്ധി പോകുന്നു. പിന്നെ സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു. ഏത് കാര്യമാണോ മുന്നിൽ ഇല്ലാതിരുന്നത് അത് മുന്നിൽ വരുന്നു. പിന്നെ കുട്ടികൾ ജനിക്കും. അപ്പോൾ അവരുടെ ഓർമ്മ വർദ്ധിക്കും. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇത് മറക്കേണ്ടതുണ്ട്. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. അതിനാൽ തന്നെയാണ് ബാബയ്ക്ക് മഹിമയുള്ളത്. നിങ്ങളുടെ മാതാവും പിതാവും എല്ലാം ആ ഒന്നാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കൂ. ആ ഒന്ന് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ടി സർവ്വതും പുതിയത് നൽകുന്നു. പുതിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. ബന്ധങ്ങൾ അവിടെയും ഉണ്ടാകുമല്ലോ. പ്രളയമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഒരു ശരീരം ഉപേക്ഷിച്ച് പിന്നെ മറ്റൊന്നെടുക്കുന്നു. ആരാണോ വളരെ നല്ലവരായവർ അവർ തീർച്ചയായും ഉയർന്ന കുലത്തിൽ ജന്മമെടുക്കും. നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടിയാണ്. പഠനം പൂർത്തിയാകുമ്പോൾ പ്രാപ്തികൾ ആരംഭിക്കും. സ്കൂളിൽ പഠിച്ച് ട്രാൻസ്ഫർ ആകുന്നില്ലേ? നിങ്ങളും ട്രാൻസ്ഫർ ആകാൻ പോകുന്നവരാണ്. ശാന്തിധാമത്തിലേക്കും പിന്നെ സുഖധാമത്തിലേക്കും. ഈ മോശമായ ലോകത്തിൽ നിന്നും മുക്തമാകും. ഇതിൻ്റെ പേര് തന്നെ നരകം എന്നാണ്. സത്യയുഗത്തെ സ്വർഗം എന്ന് പറയുന്നു. ഇവിടെ മനുഷ്യർ എത്ര ഘോര അന്ധകാരത്തിലാണ്. ധനികർ മനസ്സിലാക്കുന്നത് നമുക്ക് ഇവിടെ തന്നെയാണ് സ്വർഗം. സ്വർഗം ഉള്ളത് തന്നെ പുതിയ ലോകത്താണ്. ഈ പഴയ ലോകം വിനാശമാകേണ്ടതുണ്ട്. ആരാണോ കർമാതീത അവസ്ഥ ഉണ്ടായിരിക്കുന്നവർ അവർ ധർമ്മരാജപുരിയിൽ ശിക്ഷകൾ അനുഭവിക്കുകയില്ല. സ്വർഗത്തിലാകട്ടെ ശിക്ഷ ഉണ്ടായിരിക്കുന്നതേയില്ല. അവിടെ ഗർഭവും കൊട്ടാരമാണ്. ദുഃഖത്തിൻ്റെ യാതൊരു കാര്യവുമില്ല.
ഇവിടെയാണെങ്കിൽ ഗർഭം ജയിലാണ്. ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര തവണ സ്വർഗവാസിയാകുന്നു? ഇത് ഓർമ്മിച്ചാലും മുഴുവൻ ചക്രവും ഓർമ്മയുണ്ടായിരിക്കും. ഓരോ കാര്യവും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. ഇത് മറക്കുന്നതിലൂടെയും ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയും മായ നഷ്ടം വരുത്തുന്നു. ഇതാണ് പ്രയത്നം. പ്രയത്നമില്ലാതെ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ബാബയോട് പറയുന്നു, ബാബ, നമ്മൾ പഠിപ്പില്ലാത്തവരാണ്, ഒന്നും അറിയില്ല. ബാബയാകട്ടെ സന്തോഷിക്കുന്നു. കാരണം ഇവിടെയാണെങ്കിൽ പഠിച്ചതൊക്കെ മറക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് സമയത്തേക്ക് വേണ്ടി ഉപജീവനത്തിനും മറ്റും വേണ്ടി പഠിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം സമാപ്തമാകാൻ പോകുന്നു എന്ന് അറിയുന്നുണ്ടല്ലോ. എത്രത്തോളം സാധിക്കുമോ ബാബയെ ഓർമ്മിക്കണം. റൊട്ടി കഷ്ണങ്ങൾ സന്തോഷത്തോടെ കഴിക്കുകയും വേണം. ഈ സമയത്തെ ദാരിദ്ര്യമേ ആഹാ, സുഖമായി റൊട്ടി കഷ്ണം കഴിക്കണം. അത്യാർത്തി പാടില്ല. ഇക്കാലത്ത് എവിടെ നിന്നും ധാന്യം ലഭിക്കാൻ? പഞ്ചസാരയും മറ്റും പോലും പതുക്കെ പതുക്കെ ലഭിക്കാതെ ആകും. നിങ്ങൾ ഈശ്വരീയ സേവനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് നൽകുകയൊന്നുമില്ല. അവർ യാതൊന്നും അറിയുന്നില്ല. പിന്നെ കുട്ടികളോട് പറയുന്നു, ഗവൺമെന്റിന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നമ്മളെല്ലാം ഒരുമിച്ച് പോകുന്നത് മാതാപിതാക്കളുടെ അടുത്തേക്കാണ്. അവർക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ടോളി അയക്കേണ്ടതുണ്ട്. ഇവിടെയാണെങ്കിൽ ഇല്ല എന്ന് നേരിട്ട് തന്നെ പറയുന്നു. നിർബന്ധിതമായി ഒരൽപ്പം കൊടുക്കുന്നു. ഭിക്ഷുക്കൾക്ക് ധനികരായവർ കൈനിറച്ച് കൊടുക്കാറുണ്ട്. ദരിദ്രരാണെങ്കിൽ കുറച്ചായിരിക്കും കൊടുക്കുക. പഞ്ചസാരയും മറ്റും വന്നേക്കാം, പക്ഷേ കുട്ടികളുടെ യോഗം കുറഞ്ഞു പോകുന്നു. ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണം, ദേഹാഭിമാനത്തിൽ വരുന്നത് കാരണം കാര്യമൊന്നും നടക്കുക സംഭവ്യമല്ല. ഈ കാര്യം യോഗത്തിലൂടെ എത്ര നടക്കുമോ അത്രയും പഠനത്തിലൂടെ നടക്കുകയില്ല. അത് വളരെ കുറവാണ്. മായ ഓർമ്മയെ തന്നെയാണ് മാറ്റിക്കളയുന്നത്. നല്ല നല്ല ഫസ്റ്റ് ക്ലാസ് കുട്ടികളിലും ഗ്രഹപ്പിഴ ഇരിക്കുന്നു. ഗ്രഹപ്പിഴ ഇരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം യോഗത്തിൻ്റെ കുറവാണ്. ഗ്രഹപ്പിഴ കാരണം തന്നെയാണ് നാമരൂപങ്ങളിൽ കുടുങ്ങി മരിക്കുന്നത്. ഇത് വലിയ ലക്ഷ്യമാണ്. സത്യമായ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ബാബ പറയുന്നു, ധ്യാനത്തേക്കാൾ ജ്ഞാനം നല്ലതാണ്. ജ്ഞാനത്തേക്കാൾ ഓർമ്മ നല്ലതാണ്. ധ്യാനത്തിൽ അധികം പോകുന്നതിലൂടെ മായയുടെ ഭൂതങ്ങളുടെ പ്രവേശനം ഉണ്ടാകുന്നു. വെറുതെ ധ്യാനത്തിൽ പോകുന്നവരും ധാരാളമുണ്ട്. എന്തെല്ലാമാണ് പറയുന്നത്, അതിൽ വിശ്വസിക്കരുത്. ജ്ഞാനമാകട്ടെ ബാബയുടെ മുരളിയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കുന്നു. ധ്യാനം ഉപയോഗമില്ലാത്തതാണ്. വളരെയധികം മായയുടെ പ്രവേശനം ഉണ്ടാകുന്നു. അഹങ്കാരം വരുന്നു. ജ്ഞാനമാകട്ടെ എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം നൽകുന്നത് ശിവ് ബാബയാണ്. മമ്മയ്ക്കും ഇവിടെ നിന്നാണ് ജ്ഞാനം ലഭിച്ചിരുന്നത്. മമ്മയോടും പറയും, മന്മനാഭവ. ബാബയെ ഓർമ്മിക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. സ്വയം നോക്കണം, നമ്മൾ ദൈവീ ഗുണങ്ങൾ ധാരണ ചെയ്യുന്നുണ്ടോ? ഇവിടെ തന്നെയാണ് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടത്. ചിലരെയാണെങ്കിൽ നോക്കൂ, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് അവസ്ഥയാണ്. സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ക്രോധത്തിൻ്റെ ഭൂതം വന്നു കഴിഞ്ഞു. പിന്നീട് സ്മൃതി വരുന്നു, ഇത് നമ്മൾ തെറ്റാണ് ചെയ്തത്. പിന്നെ മണിക്കൂർ വെച്ചുള്ള ഘടികാരങ്ങൾ ബാബയുടെ അടുക്കൽ ധാരാളമുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ മധുരമായിരിക്കും. ബാബയും പറയും, ഇങ്ങനെയുള്ള കുട്ടികളിൽ ബലിയർപ്പണമാകട്ടെ എന്ന്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ക്രോധം വന്നു, മുഴുവൻ സമ്പാദ്യവും ഇല്ലാതായി.
ഈ നിമിഷം സമ്പാദ്യവും ഇതേ നിമിഷം തന്നെ നഷ്ടവും ഉണ്ടാകുന്നു. മുഴുവൻ ആധാരവും ഓർമ്മയിൽ തന്നെയാണ്. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്, കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കിക്കാം. പക്ഷേ ഞാൻ ആരാണോ എങ്ങനെയാണോ എന്ന് യഥാർത്ഥ രീതിയിൽ അറിയണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ കൊച്ചുകുട്ടികൾക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല. മനുഷ്യരോട് മരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. പക്ഷേ ഓർമ്മിക്കുവാൻ സാധിക്കില്ല. കാരണം യഥാർത്ഥ രീതിയിൽ ആരും തന്നെ അറിയുന്നില്ല. ആർക്കും തിരിച്ചു പോകുവാൻ സാധിക്കില്ല. വികർമ്മം വിനാശമാകുന്നും ഇല്ല. ഋഷി മുനിമാരും മറ്റും രചയിതാവിനെയും രചനയെയും നമ്മൾ അറിയുന്നില്ല എന്ന് പരമ്പരയായി പറഞ്ഞു വരുന്നു. അവരാകട്ടെ പിന്നെയും സദോഗുണി ആയിരുന്നു. ഇന്നത്തെ തമോ പ്രധാന ബുദ്ധിക്ക് പിന്നെ എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണനും അറിയുന്നില്ല, രാജാവും റാണിയും അറിയുന്നില്ല എങ്കിൽ പിന്നെ പ്രജകൾ എങ്ങനെ അറിയുവാനാണ്? ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ് അറിയുന്നത്. നിങ്ങളിലും ചിലർ യഥാർത്ഥ രീതിയിൽ അറിയുന്നു. പറയുന്നു, ബാബ ഓരോ നിമിഷവും മറന്നു പോകുന്നു. ബാബ പറയുന്നു, എവിടെ പോയാലും ഓർമ്മിക്കുക മാത്രം ചെയ്യൂ. വളരെ ഉയർന്ന സമ്പാദ്യമാണ്. നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് നിരോഗിയാകുന്നു. ഇങ്ങനെയുള്ള ബാബയെ അന്തർമുഖരായി ഓർമ്മിക്കേണ്ടതാണ്. പക്ഷേ മായ മറവി വരുത്തി കൊടുങ്കാറ്റിൽ കൊണ്ടുവരുന്നു. ഇതിൽ അന്തർമുഖരായി വിചാരസാഗര മന്ഥനം ചെയ്യണം. വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ കാര്യവും ഇപ്പോഴത്തേതാണ്. ഇത് പുരുഷോത്തമം ആകാനുള്ള സംഗമയുഗമാണ്. ഇതും അത്ഭുതമാണ്. കുട്ടികളായ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരേ വീട്ടിൽ തന്നെ നിങ്ങൾ പറയും നമ്മൾ സംഗമയുഗിയാണ്. ഹാഫ് പാർട്ട്ണറും കുട്ടികളും മറ്റും കലിയുഗിയാണ്. എത്ര വ്യത്യാസമുണ്ട്! വളരെ മഹീനമായ കാര്യമാണ് ബാബ മനസ്സിലാക്കിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോഴും ബുദ്ധിയിലുണ്ട് നമ്മൾ പുഷ്പമാകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് അനുഭവത്തിൻ്റെ കാര്യങ്ങളാണ്. പ്രാക്ടിക്കലിൽ പ്രയത്നിക്കണം. ഓർമ്മയുടേത് തന്നെയാണ് പ്രയത്നം. ഒരേ വീട്ടിൽ തന്നെ ഒരാൾ ഹംസമാണെങ്കിൽ മറ്റേയാൾ കൊക്കാണ്. പിന്നെ ചിലർ വളരെ ഫസ്റ്റ് ക്ലാസ്സുമായിരിക്കും. ഒരിക്കലും വികാരത്തിൻ്റെ ചിന്ത പോലും വരുന്നില്ല. ഒരുമിച്ച് കഴിയുമ്പോഴും പവിത്രമായിരിക്കുന്നു, ധൈര്യം കാണിക്കുന്നു. അപ്പോൾ അവർക്ക് എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്. അങ്ങനെയുമുള്ള കുട്ടികളുണ്ടല്ലോ. ചിലരാണെങ്കിൽ നോക്കൂ, വികാരത്തിന് വേണ്ടി എത്ര അടിക്കുകയും വഴക്ക് കൂടുകയും ചെയ്യുന്നു. സങ്കല്പത്തിൽ പോലും ഒരിക്കലും അപവിത്രമാകുന്നതിൻ്റെ ചിന്ത വരാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ടാകണം. ബാബ ഓരോ പ്രകാരത്തിലൂടെയും നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ശ്രീയുടെ മതത്തിലൂടെ നമ്മൾ ശ്രീ ലക്ഷ്മി ശ്രീനാരായണൻ ആകുന്നു. ശ്രീ എന്നാൽ ശ്രേഷ്ഠം എന്നാണ്. സത്യയുഗത്തിൽ നമ്പർ 1 ശ്രേഷ്ഠമാണ്. ത്രേതയിൽ 2 ഡിഗ്രി കുറഞ്ഞു പോകുന്നു. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഈ ഈശ്വരീയ സഭയുടെ നിയമമാണ്. ജ്ഞാനരത്നങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരും ഒരിക്കലും കോട്ടുവായോ മറ്റോ ഇടാത്തവരും ആരാണോ അവർ മുന്നിലിരിക്കേണ്ടതാണ്. ചില കുട്ടികളാകട്ടെ ബാബയുടെ മുന്നിലിരുന്നാലും ഉറക്കം തൂങ്ങുകയും കോട്ടുവായിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പിന്നെ പിന്നിൽ പോയി ഇരിക്കേണ്ടതാണ്. ഇത് കുട്ടികളുടെ ഈശ്വരീയ സഭയാണ്. പക്ഷേ പല ബ്രാഹ്മണികളും അങ്ങനെയുള്ളവരെയും കൊണ്ടുവരുന്നു. ബാബയിൽ നിന്നും ധനം ലഭിക്കുകയാണ്. ഓരോ വേർഷൻസും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. നിങ്ങൾക്കറിയാം, ജ്ഞാനം ലഭിക്കുന്നത് തന്നെ സംഗമത്തിലാണ്. നിങ്ങൾ പറയുന്നു, ബാബ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു പരിധിയില്ലാത്ത സമ്പത്ത് നേടാൻ. മധുരമധുരമായ കുട്ടികൾക്ക് ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മോശമായ ലോകമാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ബാബ പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുവോ അത് നാളെ ഉണ്ടാകില്ല. ക്ഷേത്രങ്ങളുടെയും മറ്റും പേരോ അടയാളമോ പോലും ഉണ്ടായിരിക്കില്ല. അവിടെ സ്വർഗത്തിൽ അവർക്ക് പഴയ വസ്തുക്കൾ കാണേണ്ട കാര്യമില്ല. ഇവിടെയാണെങ്കിൽ പഴയ വസ്തുവിന് എത്ര മൂല്യമാണ്. വാസ്തവത്തിൽ
ഒരു ബാബയ്ക്കല്ലാതെ ഒരു വസ്തുവിനും മൂല്യമില്ല. ബാബ പറയുന്നു, ഞാൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ രാജപദം എങ്ങനെ നേടും? ആര് അറിയുന്നുവോ അവർ വന്ന് ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. അതിനാൽ കോടിയിൽ ചിലർ എന്ന് പറയുന്നു. ഒരു കാര്യത്തിലും സംശയം വരുവാൻ പാടില്ല. ഭോഗിൻ്റെയും മറ്റും ആചാര രീതികളുണ്ട്. ഇതുമായി യാതൊരു കണക്ഷനുമില്ല. മറ്റൊരു കാര്യവുമായി നിങ്ങൾക്ക് ബന്ധമില്ല. കേവലം 2 കാര്യങ്ങളാണുള്ളത്, അൽഫും ബേയും. ചക്രവർത്തി പദം അൽഫ് എന്ന് ഭഗവാനെയാണ് പറയുന്നത്. വിരൽ കൊണ്ട് ഇങ്ങനെ സൂചന കാണിക്കുന്നുവല്ലോ. ബാബു പറയുന്നു, ഭക്തി മാർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു. നിങ്ങൾ എല്ലാവരും എൻ്റെ പ്രിയതമകളാണ്. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് എല്ലാ മനുഷ്യരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയും സുഖവും നൽകുന്നു എന്നതും അറിയുന്നു. അതിനാൽ ബാബ പറഞ്ഞിരുന്നു, ബോർഡിൽ ഇതെഴുതൂ, വിശ്വത്തിൽ ശാന്തി പരിധിയില്ലാത്ത ബാബ എങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വന്ന് മനസ്സിലാക്കൂ. 1 സെക്കൻഡിൽ വിശ്വത്തിൻ്റെ അധികാരി 21 ജന്മത്തേക്ക് ആകണമെങ്കിൽ വന്ന് മനസ്സിലാക്കൂ. വീട്ടിൽ ബോർഡ് വയ്ക്കൂ. 3 അടി ഭൂമിയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തുറക്കുവാൻ സാധിക്കും. ഓർമ്മയിലൂടെ 21 ജന്മത്തേക്ക് നിരോഗിയും പഠനത്തിലൂടെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവിയും ലഭിക്കുന്നു. പ്രജകളും പറയും, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാണ്. ഇന്ന് മനുഷ്യർക്ക് ലജ്ജ വരുന്നു, കാരണം നരകവാസികളാണ്. സ്വയം പറയുന്നു, നമ്മുടെ പിതാവ് സ്വർഗവാസിയായി, അപ്പോൾ നരകവാസിയാണല്ലോ. എപ്പോൾ മരിക്കുമോ അപ്പോൾ സ്വർഗത്തിലേക്ക് പോകും. എത്ര സഹജമായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് വിശേഷിച്ച് പറയുന്നു, ഇവർ വളരെയധികം മഹാദാനി ആയിരുന്നു, ഇവർ സ്വർഗത്തിലേക്ക് പോയി എന്ന്. പക്ഷേ ആരും തന്നെ പോകുന്നില്ല. നാടകം പൂർത്തിയാകുമ്പോൾ എല്ലാവരും സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു. ഈ യുദ്ധവും ആരംഭിക്കുന്നത് എല്ലാ ആക്ടേഴ്സും ഇവിടെ വന്നു ചേരുമ്പോഴാണ്. പിന്നീട് മടങ്ങിപ്പോകും. ശിവന്റെ ഘോഷയാത്ര എന്ന് പറയുന്നുവല്ലോ. ശിവ് ബാബയോടൊപ്പം എല്ലാ ആത്മാക്കളും പോകും. മുഖ്യമായ കാര്യം, ഇപ്പോൾ 84 ജന്മങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ചെരുപ്പ് ഉപേക്ഷിക്കണം. സർപ്പം പഴയ പടം ഉപേക്ഷിച്ച് പുതിയതെടുക്കുന്നത് പോലെ നിങ്ങൾ പുതിയ തോൽ സത്യയുഗത്തിലെടുക്കും. ശ്രീകൃഷ്ണൻ എത്ര സുന്ദരമാണ്, എത്ര ആകർഷമാണുള്ളത്. ഫസ്റ്റ് ക്ലാസ് ശരീരമാണ്. അതേപോലെ നമ്മൾ എടുക്കും. നമ്മൾ നാരായണനാകും എന്ന് പറയുന്നുവല്ലോ. ഇതാകട്ടെ ജീർണിച്ച മോശമായ തോലാണ്. നമ്മൾ ഇത് ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകും. നമ്മൾ നരനിൽ നിന്നും നാരായണനാകുന്നു എന്ന് പറയുന്നു എന്നിരിക്കെ ഇത് ഓർമ്മിച്ച് എന്തുകൊണ്ട് സന്തോഷമുണ്ടാകുന്നില്ല? ഈ സത്യനാരായണന്റെ കഥയെ നല്ല രീതിയിൽ മനസ്സിലാക്കൂ. എന്ത് പറയുന്നുവോ അത് ചെയ്തു കാണിക്കൂ. ചൊല്ലും ചെയ്തിയും ഒന്നാകണം. തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. ബാബ പറയുന്നു, കൈകൾ കൊണ്ട് കാര്യം ചെയ്യൂ. ഹൃദയം ബാബയുടെ ഓർമ്മയിലിരിക്കട്ടെ. എത്രത്തോളം ധാരണ ചെയ്യുമോ അത്രയും നിങ്ങളുടെ അടുക്കൽ നോളജിൻ്റെ വാല്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജ്ഞാനത്തിൻ്റെ ധാരണയിലൂടെ നിങ്ങൾ എത്ര ധനവാനാകുന്നു. ഇതാണ് ആത്മീയ നോളജ്. നിങ്ങൾ ആത്മാവാണ്. ആത്മാവാണ് ശരീരത്തിലൂടെ സംസാരിക്കുന്നത്. ആത്മാവാണ് ജ്ഞാനം നൽകുന്നത്. ആത്മാവാണ് ധാരണ ചെയ്യുന്നത്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിലെ പഴയ വസ്തുക്കൾ കണ്ടുകൊണ്ടും കാണാതിരിക്കണം. നരനിൽ നിന്നും നാരായണനാകുന്നതിനായി പറയുന്നതും ചെയ്യുന്നതും സമാനമാക്കി മാറ്റണം. അവിനാശി ജ്ഞാനരത്നങ്ങൾക്ക് വില കൽപ്പിക്കണം. ഇത് വളരെ വലിയ സമ്പാദ്യമാണ്. ഇതിൽ കോട്ടുവായോ ഉറക്കം തൂങ്ങലോ വരാൻ പാടില്ല. നാമരൂപങ്ങളുടെ ഗ്രഹപ്പിഴയിൽ നിന്നും രക്ഷപ്പെടാൻ ഓർമ്മയിലിരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം:
ബാബയുടെ ഛത്രഛായയ്ക്കു കീഴിൽ നിർണായക പരിതസ്ഥിതികളിലും കമലപുഷ്പ സമാനം വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ എപ്പോഴാണോ ബാബ സേവാധാരിയായി വരുന്നത്, അപ്പോൾ ഛത്രഛായയുടെ രൂപത്തിൽ സദാ കുട്ടികളുടെ സേവനം ചെയ്യുന്നു. ഓർമ്മിക്കുമ്പോൾ തന്നെ സെക്കൻഡിൽ കൂട്ടുകെട്ടിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഈ ഓർമ്മയുടെ ഛത്രഛായ എങ്ങനെയുള്ള നിർണായക പരിതസ്ഥിതികളിലും കമലപുഷ്പ സമാനം വേറിട്ടതും പ്രിയപ്പെട്ടതുമാക്കി മാറ്റുന്നു. പ്രയത്നം തോന്നുന്നില്ല. ബാബയെ മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ, സ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ഏതൊരു പരിതസ്ഥിതിയും പരിവർത്തനപ്പെടുന്നു. സ്ലോഗൻ: കാര്യങ്ങളുടെ തിരശ്ശീലയെ ഇടയിൽ വരാൻ അനുവദിക്കരുത്. അപ്പോൾ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. ഏതൊരു വിഘ്നത്തിൽ നിന്നും മുക്തമാകുന്നതിനുള്ള യുക്തിയാണ് സെക്കൻഡിൽ സ്വയം തൻ്റെ സ്വരൂപം, അതായത് ആത്മീയ ജ്യോതി സ്വരൂപം സ്മൃതിയിൽ വരണം. കർമ്മത്തിൽ നിമിത്തഭാവത്തിൻ്റെ സ്വരൂപം. ഈ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. അപ്പോൾ സെക്കൻഡിൽ ഹൈ ജമ്പ് നടത്തും. ഒരു വിഘ്നത്തിനും മുന്നോട്ട് പോകുന്നതിൽ തടസ്സമിടുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ
ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.